ഇന്ന് നമ്മളൊരു ന്യൂ താർ പെട്രോൾ താർ മാനുവൽ 4-wheel ഡ്രൈവിലാണ് നമ്മൾ സർവീസ് ഇന്ന്. അപ്പോൾ ഇതിന്റെ 45,000 കിലോമീറ്റർ 43 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സർവീസാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പെട്രോൾ വണ്ടി പൊതുവെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഒറിജിനൽ സ്പെയർ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എല്ലാ പാർട്സും സെയിം അല്ല, കുറച്ച് പാർട്സിൽ വ്യത്യാസമുണ്ട്, ഫിൽറ്റേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. സോ അങ്ങനെ കിട്ടാൻ പാടാണ്. എങ്കിലും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം, നമ്മൾ എല്ലാ വാഹനത്തിന്റെയും സ്പെയർ പാർട്സ് ജെന്യൂൻ ഇട്ട് തന്നെ ചെയ്യാറുണ്ട്. പൊതുവെ ഇവൻ എന്റെ ഫ്രണ്ട്സിലാണെങ്കിൽ പോലും ആൾക്കാർ പറയാറുണ്ട്, എന്റെ വണ്ടി ഞാൻ സർവീസ് ചെയ്യുന്നത് അതായത് ആ കമ്പനിയുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ മാത്രമേ ചെയ്യൂ. കാര്യം അവിടെ മാത്രമേ ഒറിജിനൽ ജെന്യൂൻ സ്പെയർ പാർട്സ് കിട്ടൂ എന്നൊരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം ഒന്നുകൂടി ഞാൻ പറയാണ്, ഈ കാര്യം എല്ലാവർക്കും, അതായത് നമ്മൾ റോൾസ് ഓട്ടോമോട്ടീവ്സിൽ എല്ലാ വാഹനത്തിന്റെയും എല്ലാ ബ്രാൻഡിന്റെയും ജെന്യൂൻ സ്പെയർ പാർട്സ് ലഭ്യമാണ്. ഇനി അതർ മേക്ക് വേണമെങ്കിൽ അതും കിട്ടും. പക്ഷെ എങ്കിലും കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഒറിജിനൽ ജെന്യൂൻ സ്പെയർ പാർട്സ് ഇട്ടാണ് ഈ താർ ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, പെട്രോൾ താറ് പൊതുവെ കുറവാണ്. കാര്യം മൈലേജ് കുറവുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറവാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ സ്പെയർ പാർട്സ് ഒറിജിനലാണ്. അപ്പോൾ ഇതുപോലെ ഏത് വാഹനത്തിന്റെയും എല്ലാത്തരം സ്പെയർ പാർട്സും എല്ലാത്തരം വർക്കുകളും ഞങ്ങൾ റോൾസ് ഓട്ടോമോട്ടീവ്സ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് നേരിട്ട് കാണാം, നിങ്ങളുടെ വാഹനത്തിന്റെ വർക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ മാറിയ സാധനങ്ങൾ കസ്റ്റമേഴ്സിനെ കാണിക്കുക, അല്ലെങ്കിൽ കാര്യം അതൊരു ആവശ്യകതയാണ്. കാര്യം എല്ലാവർക്കും അവരുടെ വാഹനത്തിന്റെ സർവീസ് കഴിഞ്ഞോ എന്ന് ഒരു ഉറപ്പ് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ് വർക്കും ഏകദേശം കഴിഞ്ഞു. ഇതിന്റെ ബ്രേക്ക് പാഡ് ഉണ്ടായിരുന്നു, സസ്പെൻഷൻ വർക്ക് കുറച്ചുണ്ടായിരുന്നു, പിന്നെ അതുപോലെ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതാണ് ഇതിന്റെ മാറിയ സാധനങ്ങളൊക്കെ, ഫിൽറ്റേഴ്സ് എല്ലാവരും, ബ്രേക്ക് പാഡ്, ഓയിൽ ഫിൽറ്റേഴ്സ്, അങ്ങനെ എല്ലാ സാധനവും മാറിയ സ്പെയർ പാർട്സ് കംപ്ലീറ്റ് നമ്മൾ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയും ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട്. എല്ലാ വണ്ടികളുടെയും സർവീസ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അത് എപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ വീഡിയോ. അപ്പം ഇതുപോലുള്ള എന്ത് സർവീസിനും നിങ്ങൾക്ക് റോൾസ് ഓട്ടോമോട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സ്ഥലം പത്തനംതിട്ടയിൽ എലവന്തിട്ടയിലാണ്. ഇതിൻ്റെ ഓയിൽ മാറിയോ ഇല്ലയോ, ചില സ്ഥലങ്ങളിലൊക്കെ ഓയിൽ മാറാതിരിക്കുന്ന കേസുകളുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവർത്തന വിരസതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ വയ്ക്കുന്ന. കാര്യം ഇത് ഓൺ വോയിസ് ആണ്. അപ്പം ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിലും ഞാൻ